ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ നോമ്പാചരണത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. തപസ്സുകാലം 1-ാം ഞായർ. നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള യേശുവിൻ്റെ പ്രലോഭനങ്ങളാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ ഹ്രസ്വമായും എന്നാൽ വിശുദ്ധ മത്തായിയിലും വിശുദ്ധ ലൂക്കായിലും വളരെ വിശദമായും പ്രതിപാദിച്ചിരിക്കുന്ന വചനഭാഗമാണ് യേശുവിൻ്റെ പ്രലോഭനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും യേശു അഭിമുഖീകരിച്ച 3 പ്രലോഭനങ്ങളെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നു. വചനത്തിൽ പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. ഇതർത്ഥമാക്കുന്നത് യേശു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകണം. അങ്ങനെ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു വന്നാൽ മാത്രമേ യേശുവിന് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയൂ. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൽ പിതാവ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വെളിപ്പെടുത്തി അത് മരുഭൂമിയിലെ പരീക്ഷണം വിജയിക്കുക വഴി തൻ്റെ പുത്രത്വം യേശു വ്യക്തമാക്കി സ്ഥിരീകരിച്ചു. ഇസ്രായേൽ ജനം പരാജയപ്പെട്ട മരുഭൂമിയിൽ പതറാതെ ജീവിച്ച് പരാജയം കൂടാതെ പുറത്തു വന്ന് വിജയം വരിച്ച യേശുവിനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 40 സംവത്സരം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനതയെ അനുസ്മരിക്കുന്നു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം പരാജിതരായി, എന്നാൽ യേശു വിജയം വരിച്ചു. യേശു 40 ദിവസവും തുടർച്ചയായി പരീക്ഷിക്കപ്പെട്ടു എന്നാണ് മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുക. അത് പരീക്ഷണത്തിൻ്റെ കാഠിന്യത്തെ സൂചിപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 9:18 മോശയും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:4 ഏലിയായും മരുഭൂമിയിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഒരാളുടെ തനി സ്വഭാവം വെളിപ്പെടുത്തുന്ന അവസരമാണ് പരീക്ഷകൾ. പിശാച് യേശുവിനെ തൽക്കാലം വിട്ടുപോയി എന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ യേശുവിൻ്റെ പീഡാസഹന സമയത്ത് വീണ്ടും ഈ പിശാച് കടന്നു വരുന്നതായി നാം കാണുന്നു. പിശാചുമായുള്ള ഈ പോരാട്ടം ജീവിതം മുഴുവൻ തുടരുകയും കുരിശിലെ സമർപ്പണം വഴി അത് പൂർത്തീകരിക്കുകയും ഈ ലോകത്തിൻ്റെ തന്ത്രങ്ങളെ പിശാചിനെ യേശു അതിജീവിച്ച് വിജയം വരിച്ചതായും നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരാളി എന്നാണ്. പരീക്ഷിക്കപ്പെടുന്നത് സ്വത്വം വെളിപ്പെടുത്തുന്നതിനുള്ള അവസരമാണ്. ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ പിശാചിനാൽ പ്രലോഭിക്കപ്പെടുകയും അതിലവർ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ 2-ാം ആദമായ ക്രിസ്തു മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഏകനായി പ്രലോഭനത്തെ നേരിടുന്നു, അതിൽ വിജയം വരിക്കുന്നു. പരീക്ഷണം അതിൽ തന്നെ തെറ്റല്ല, അത് സ്വത്വം തെളിയിക്കുവാനുള്ള അവസരമാണ്. യേശു പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ നാമും പരീക്ഷിക്കപ്പെടും. പരീക്ഷണങ്ങൾ ഉണ്ടാകരുത് എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷണങ്ങൾ അതിജീവിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. 3 തരം പ്രലോഭനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ കാണുവാൻ കഴിയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും യേശു അഭിമുഖീകരിച്ച 3 പ്രലോഭനങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നു. ഒന്നാമതായി, ഇന്നിൻ്റെ മുഖ്യ പ്രലോഭനം ഉപഭോഗ വസ്തുക്കളോടും ധനത്തോടും മനുഷ്യർക്കുണ്ടാകുന്ന അമിത ആവേശമാണ്, അമിതമായ ആഗ്രഹമാണ്. ഇവയ്ക്ക് മനുഷ്യനെ ഒരിക്കലും സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇന്നിൻ്റെ ലോകത്തിലെ എല്ലാവിധ കുറ്റകൃത്യങ്ങളുടെയും പ്രധാന കാരണം ധനമോഹമാണ്. മനുഷ്യൻ്റെ സുഖത്തോടുകൂടെ ജീവിക്കുവാനുള്ള അമിതമായ ആഗ്രഹമാണ്. രണ്ടാമതായി, ഇന്നിൻ്റെ പ്രധാന പ്രലോഭനം അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും നൽകുന്ന അമിത പ്രാധാന്യമാണ്. അധികാരം കൈക്കലാക്കുവാൻ മനുഷ്യർ ശ്രമിക്കുന്ന രീതികൾ സുവ്യക്തമാണ്. അധികാരത്തിനായി കൂട്ടക്കൊലകളും ആക്രമണങ്ങളും വരെ നടത്തിവരുന്നു. മൂന്നാമതായി, മറ്റൊരു പ്രധാന പ്രലോഭനം ഇന്നിൻ്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനുള്ള പ്രവണതയാണ്. പ്രസ്തുത വിഗ്രഹങ്ങളെ മനുഷ്യൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നന്മയുടെ നാളങ്ങളായിട്ടാണ്. നന്മയായതും തിന്മയായതും വിവേചിച്ചറിയാൻ
കഴിയാത്ത വിധം പല വിഗ്രഹങ്ങളും അവതരിപ്പിക്കപ്പെടുന്നു. നോമ്പുകാലം ആത്മാവിൻ്റെ വസന്തകാലമാണ്. ആത്മീയമായി വളരുവാനായുള്ള സമയം. യേശുവിനെ പോലെ ദൈവം നമ്മെ 40 ദിവസത്തേക്ക് മരുഭൂമിയിലേക്ക് നയിക്കുന്നു. നമ്മെ നയിക്കാൻ ദൈവത്തെ അനുവദിക്കണം. മരുഭൂമിയിലെ പരീക്ഷ യേശുവിന് തൻ്റെ ദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു. പിതാവ് തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്തെന്ന് അറിയുവാനുള്ള മാർഗവും ഇതായിരുന്നു. പ്രലോഭനങ്ങളെ അതിജീവിക്കുക വഴി പിതാവിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിക്കുവാനായി യേശു രൂപാന്തരപ്പെട്ടു. നാമും ഈ നോമ്പുകാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴ്പ്പെട്ടവരായി ജീവിക്കണം. പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കാൻ ചില കരുതലുകൾ ഈ നോമ്പുകാലത്ത് അനിവാര്യമാണ്. ഒന്നാമതായി, പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കാൻ പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനിവാര്യമാണ്. മനസ്സിൻ്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്നവയാണ് പ്രായശ്ചിത്ത പ്രവൃത്തികൾ. ആത്മീയതയിൽ വളരുവാൻ പരിത്യാഗത്തിൻ്റെ വഴികൾ അനിവാര്യമാണ്. ദൈവമല്ലാത്തതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പ്രായശ്ചിത്ത പ്രവൃത്തികൾ പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ സഹായിക്കും. രണ്ടാമതായി, സ്നേഹം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, നിന്റെ പ്രായശ്ചിത്തം സഹോദരങ്ങളുടെ വേദന ശമിപ്പിക്കുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ സ്നേഹത്താൽ പ്രേരിതമായിരിക്കണം. നോമ്പുകാലത്തെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്താൽ പ്രേരിതമായിരിക്കണം. മൂന്നാമതായി, പ്രാർത്ഥന. അത് സ്നേഹ സംഭാഷണമാണ്. യേശുവിനെ പോലെയും യേശുവിനോടൊപ്പവും പിതാവുമായി സൗഹൃദ സംഭാഷണത്തിന് ഈ തപസ്സുകാലത്ത് നാം പ്രത്യേകം ഒരുങ്ങണം. വചനവായനയിലൂടെയും ശ്രവണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കുരിശിൻ്റെ വഴി എത്തിക്കുന്നതിലൂടെയും നമുക്ക് ഒരുങ്ങുവാൻ കഴിയണം. ഈ തപസ്സുകാലത്ത് പ്രലോഭനങ്ങൾ അതിജീവിച്ച യേശുവിൻ്റെ മാതൃക സ്വീകരിച്ച് മാനസാന്തരത്തിൻ്റെ പാതയെ ചരിക്കാം. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നീ നോമ്പുകാല അനുഷ്ഠാനങ്ങളിലൂടെ ആത്മീയ ഫലങ്ങൾ വർദ്ധിപ്പിക്കാം. ഈ നോമ്പുകാലം ആത്മാവിൻ്റെ വസന്തകാലമാക്കി മാറ്റാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.